ഹലോ, പാഠശാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആണ് എടുത്തത്. ഇനി എയുടെ ചിഹ്നം എ മുതലാണ് എല്ലാവർക്കും തെറ്റിപ്പോവാനും. എയുടെ ചിഹ്നം നമുക്ക് നോക്കാം. എയുടെ ചിഹ്നം ഒരു ചെറിയ പുള്ളിയാണ്. ഇതിനെ ചെറിയ പുള്ളി എന്ന് പറഞ്ഞു. ചെറിയ പുള്ളി. ഈ ഒരു ചെറിയ പുള്ളി അക്ഷരത്തിന് പിന്നിലാണ്, മുന്നിലല്ല പിന്നിൽ. അക്ഷരത്തിന് മുന്നിലാണുള്ളത്. ഏതൊരു അക്ഷരത്തിൻ്റെ എന്താണ് ഇത് വയ്ക്കുന്നത്? ഇത് ഈ ഒരു ചിഹ്നം ഏതൊരു അക്ഷരത്തിന് പിന്നിലുണ്ടോ അതിന് എ ചേർത്ത് വായിക്കും. ഇതെന്താ വായിക്കുന്നത്? കെ. ഇതോ ഛേ, തേ, ഫേ, ലേ, സേ, വേ, നേ, രേ, ഗേ, ഘേ, ജേ, ജേ, റേ. ഇങ്ങനെ പോകും. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ പിന്നിലാണുള്ളത്. അക്ഷരത്തിൻ്റെ പിന്നിൽ ചെറിയ പുള്ളിയുണ്ടോ ആ അക്ഷരത്തിനെ എ ചേർത്ത് വായിക്കും. ഇത് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. എ എന്ന് കേട്ടാൽ ഏതൊരു അക്ഷരത്തിൻ്റെ മുമ്പാണോ ഈ പിന്നാലെ ഇവിടെ ആദ്യം തന്നെ ചെറിയ പുള്ളി ഇടണം. അതിനെ പിന്നെ ഏത് അക്ഷരമാണോ അതിനെ ചേർത്ത് വായിക്കണം. കെ, ചെ, തേ, പേ, ലേ, സേ, വേ, നേ, രേ, ഗേ, ഘേ, ജെ, ജെ, റേ. അപ്പം എ എന്ന് ഇവിടെ കേട്ടോ നമ്മുടെ അക്ഷരത്തിൻ്റെ ആദ്യം തന്നെ ചെറിയ പുള്ളി ഇടണം. അതിനെ എവിടെ ഒരു ചെറിയ പുള്ളി നമ്മൾ കണ്ടോ അക്ഷരത്തിന് മുമ്പിൽ ഈ പിന്നാണി ഉണ്ടോ അതിനെ എ ചേർത്ത് വായിക്കണം. നോക്കി എ ചേർത്ത വൊക്കാബുലറി നോക്കാം. പദപരിചയം. കെ, നീ, കെണി, കെണി, തേ, ലി, തെളി, കെണി, തെളി, ചേ, ലി, ചെളി, ചേ, വി, ചെവി, വേ, ഡി, വെടി, നേ, ഡി, നെടി, നേ, ല, നെല്ല്, തേ, യം, തെയ്യം, പേ, ടി, പെട്ടി, മേ, തി, മെതി. കെ അക്ഷരത്തിൻ്റെ മുൻഭാഗമാണ്, ആദ്യമാണ് പുള്ളി വരുന്നത്. ഈ ചെറിയ ചിഹ്നം വരുന്നാൽ അവിടെ എ ചേർത്ത് വായിക്കണം. ഇവിടെ കായയുടെ മുൻപ് വന്നുകൊണ്ട് കെണി, തെളി, ചെളി, ചെവി, വെടി, നെടി, നെല്ല്, തെയ്യം, പെട്ടി, മെതി. ഒന്നുകൂടെ വായിക്കാം. കെണി, തെളി, ചെളി, ചെവി, വെടി, നെടി, നെല്ല്, തെയ്യം, പെട്ടി, മെതി. കെണി അറിയാമല്ലോ, ട്രാപ്പ്. അടുത്ത തെളി, വെള്ളമൊക്കെ കലങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തെളിനീരായിട്ട് വരും, നേർമയായിട്ട് അഴുക്കില്ലാതെ തെളിഞ്ഞു വരും. ചെളി അറിയാമല്ലോ, മഡ്. ചെവി, ഇയർ. വെടി, വെടി തന്നെ, അതിന് ഷൂട്ട് ചെയ്യുന്ന വെടി വെടി. നെടി, ഇപ്പോൾ നമ്മൾ അരിയൊക്കെ പാറ്റുമ്പോൾ അതിൻ്റെ പൊടിയരി വരും, നെടിയരി, മുഴുക്കുകളിന് നെടിയെന്ന്. നെല്ല്, പാടി. തെയ്യം അറിയാലോ, മലബാർ പ്രദേശത്തുള്ള അല്ലെങ്കിൽ കർമ്മ ഭാഗത്തുള്ള ഒരു ദൈവം തെയ്യം. പെട്ടി, ബോക്സ്. മെതി, കറ്റയൊക്കെ നമ്മൾ ഊർന്നെടുക്കുന്നതിന് കറ്റയുടെ പുറത്ത് കയറി ഇങ്ങനെ മെതിക്കുന്നതിനാണ് മെതി എന്ന് പറയുന്നത്. അല്ലാതെ നെല്ല് കറ്റയിൽ നിന്ന് വേർതെടുക്കുന്ന പ്രോസസ്സിനെയാണ് മെതി എന്ന് പറയുന്നത്. ഈ എ നമുക്ക് നോക്കാം. എ ഇതൊക്കെ തെറ്റിപ്പോകുന്നതാണ്. എ
ഒരു വലിയ കെട്ടുപുള്ളി, രണ്ടു വശവും ചുറ്റുള്ള ഈ പുള്ളിക്ക് വലിയ പുള്ളി, ആളൊരു വലിയ പുള്ളി തന്നെയാണ്. അതാണ് എല്ലാവർക്കും തെറ്റുന്നത്. ഏ ചേർത്ത് വായിക്കും. ഇതും അക്ഷരത്തിന് മുൻഭാഗെയാണ്. ഇവിടെ മുൻപ് കേ ഖേ ഗേ ഘേ ങേ ചേ ഛേ ജേ ജേ ഞേ ടേ ഠേ ഡേ ഢേ. അപ്പം ആദ്യം കെട്ടുപുള്ളി ഇട്ടാൽ ആ തൊട്ടടുത്തുള്ള ആ അക്ഷരത്തിനെ ഏ ചേർത്ത് വായിക്കും. കേ ഖേ ഗേ ഘേ ങേ ചേ ഛേ ജേ ജേ ഞേ ടേ ഠേ ഡേ ഡേ. ഇതുപോലെ നമുക്ക് വൊക്കാബുലറി പദപരിചയം നോക്കാം. ആദ്യം നമ്മളെ സംസ്ഥാനം തന്നെ എഴുതാം. കേരളം. പലരും കോരളം കേരളം ഇങ്ങനെ മാത്രം ഇടുന്നുണ്ട്. ഇത് ഇങ്ങനെ എഴുതുന്നവരുണ്ട്. ഈ വലിയ പുള്ളി മാത്രം മതിയോ? കേരളം. ഇത് തെറ്റാണ്, ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. ചുറ്റി കെട്ടിയ വലിയ പുള്ളി അക്ഷരത്തിന് മുൻപാകെ എഴുതിയാൽ ഏ ചേർത്ത് വായിക്കും. ഇവിടെ കായതുകൊണ്ട് കേരളം കേരളം. ചേന ചേര പേന. പിന്നെ നാളികേരത്തിന് മറ്റൊരു പേരാണ് തേങ്ങ. അതായത് തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഫലം. നേരെ ചേടി ദേഹം ദേഹം മോഹം മേനക സേലം ലേലം. കേരളം വായിക്കാം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കേരളം കേരളം. ചേന ചേന ചേര ചേര പേന പേന തേങ്ങ തേങ്ങ. ശരിക്കുന്ന പോലെ എഴുതുന്നതാണ് നമ്മുടെ മലയാള ഭാഷ. നേര് നേര് ചേടി ചേടി ദേഹം ദേഹം മേനക മേനക സേലം സേലം ലേലം ലേലം. അത് നോക്കാം. കേരളം നമ്മുടെ സംസ്ഥാനമാണ് കേരളം. ചേന യാം. എലിഫന്റ് യാമിനെയാണ് ചേന എന്ന് പറയുന്നത്. ചേമ്പിനെ യാമെന്നും ചേനയെ എലിഫന്റ് യാമെന്നും പറയും. ചേര നമ്മുടെ നാട്ടിൽ മിക്കവാറും കാണുന്ന വിഷമില്ലാത്തൊരു പാമ്പയാണ് ചേര. പേന എല്ലാവർക്കും അറിയാമല്ലോ. എഴുതാൻ ഉപയോഗിക്കുന്ന മഷി ഉപയോഗിച്ച് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തെയാണ് പേന എന്ന് പറയുന്നത്. തേങ്ങ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഫലത്തെയാണ് തേങ്ങ എന്ന് പറയുന്നത്. തേങ്ങയ്ക്ക് മറ്റൊരു പേരുണ്ട് കേരം. ഇവിടെ എഴുതിയിട്ടില്ല. നേര് സത്യം. ചേടി ഒരു തരം മണ്ണിനെയാണ് ചേടി എന്ന് പറയുന്നത്. വെളുത്ത തരത്തിൻ്റെ മണ്ണ്. ദേഹം ശരീരം. മേനക
അപ്പം അപ്സരസ് സ്വർഗലോകത്തുള്ള 3-4 ഡാൻസുകാരികളുടെ നൃത്തം ചെയ്യുന്ന ആളുകളാണ് തിലോത്തമ, രംഭ, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. മേനക, രംഭ, തിലോത്തമ, അങ്ങനെ 3 പേര്. അതിലൊരാളുടെ പേരാണ് മേനക. സേലം, തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ് സേലം. ലേലം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനത്തിന് പല ആവർത്തി പിന്നെ വില ഇങ്ങനെ കൂട്ടും. ഒരു രൂപ, 2 തരം, 3 രൂപ, അങ്ങനെ വില കൂട്ടി അവസാനം ഏതെങ്കിലും ഒരു നിശ്ചിതമായ സംഖ്യ കൊണ്ട് നിർത്താനാണ് ലേലം വിളി എന്ന് പറഞ്ഞത്. ലേലം മനസ്സിലായല്ലോ. കേരളം, ചേന, ചേര, പേന, തേങ്ങ, നീര്, ചെടി, ദേഹം, മേനക, സേലം, ലേലം. നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. മറന്നു പോകരുത്. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, ബൈ.